വിജയ, ഇനി നമുക്കൊരു അപകടത്തിന്റെ വാർത്ത. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. വയനാട് മാനന്തവാടിയിൽ പ്രതിയുമായി പോയ പോലീസ് ജീപ്പ് അപകടത്തിൽപ്പെട്ടു. പ്രതി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ചെറിയ മഴ പെയ്ത് തെന്നി വാഹനം തലകുത്തനെ മറിഞ്ഞു എന്നാണ് സുർജിത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ സുർജിത്ത്? SKN ഹാഷ്മി, വിജയകുമാർ, 3 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് പ്രതിയുമായി വരികയായിരുന്നു പോലീസ് ജീപ്പ്. ബത്തേരി കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതിയാണ്. റോബറി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതിയാണ്. ഈ പ്രതിയുമായി വരികയായിരുന്നു. പ്രബീഷ് എന്നാണ് ഇയാളുടെ പേര്. ഇവരുമായി പോലീസ് ജീപ്പ് വരികയായിരുന്നു. അമ്പലവയൽ സ്റ്റേഷൻ്റെ ജീപ്പാണ്. നേരെ വള്ളിയൂർക്കാവിന് അടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട് അത് നേരെ ആദ്യം ഇടിക്കുന്നത് ചേമ്പ് കച്ചവടം ചെയ്തിരുന്ന, പച്ചക്കറിയും പഴവും ഒക്കെ കച്ചവടം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തെയാണ്, ശ്രീധരൻ എന്ന പേരുള്ള ആളെയാണ് ആദ്യം ഇടിക്കുന്നത്. ഇടിച്ച ശേഷം അത് നിയന്ത്രണം വിട്ട് നേരെ ആൽത്തറയിൽ ഇടിച്ച് തലകീഴായി മറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പോലീസുകാർക്കടക്കം പരിക്കേറ്റുണ്ട്. ഈ ശ്രീധരൻ്റെ പരിക്ക് അല്പം ഗുരുതരമാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ CPOമാരായ KB പ്രശാന്ത്, ജോളി സാമുവൽ, V കൃഷ്ണൻ എന്നിവർക്കും പരിക്കുണ്ട്. ഒപ്പം ഈ പ്രതിയായിട്ടുള്ള പ്രബീഷിനും പരിക്ക് ഏറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓട്ടോ സ്റ്റാൻഡ്, വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് താഴെയുള്ള ആ മേഖലയിലൂടെ പോകുന്ന റോഡാണ്. അവിടെ ഓട്ടോ സ്റ്റാൻഡിനടുത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകടത്തിൽ ഈ ശ്രീധരൻ്റെ പരിക്കാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. ശ്രീധരനെയാണ് ആദ്യം ഈ ജീപ്പ് ഇടിക്കുന്നത്. അതിനുശേഷം അത് നിയന്ത്രണം വിട്ട് നേരെ ആൽത്തറയിലടിച്ച് മറിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം ഗുരുതരമാണ് ശ്രീധരൻ്റെ പരിക്ക്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരാളുടെ പരിക്ക് കുറച്ച് ഗുരുതരമാണ് എന്നൊരു വിവരം കൂടിയുണ്ട്.